ഗ്രീൻ ലൈഫ് ക്രിയേഷനിലേക്ക് സ്വാഗതം. ഇന്ന് നെല്ലിക്ക ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നെല്ലിക്ക പുഴുങ്ങിയത് ഒരു 7 ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കുരു കളഞ്ഞ് നമുക്കത് മിക്സിയിൽ അരച്ചെടുക്കാം. നെല്ലിക്ക പുഴുങ്ങി ഉപ്പിലിട്ട് വെച്ചാൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നെല്ലിക്ക ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റും. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങയും കൂടെ ചേർക്കാം. അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളവും 1 പച്ചമുളകും കൂടെ അതിനകത്ത് നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. നന്നായി അരച്ചതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും നമുക്ക് ചേർക്കാം. ഇപ്പോൾ ചോദിക്കും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് അരച്ചാൽ പോരെ. അതുകൊണ്ടല്ല, ചെറിയ ഉള്ളി പെട്ടെന്ന് അരഞ്ഞു വരികയും അതിൻ്റെ ടേസ്റ്റ് മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് അവസാനം അത് ചെയ്തത്. അതുപോലെ കുറച്ച് തൈരും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് എടുക്കാം. പേസ്റ്റ് രൂപത്തിൽ നമുക്കത് അരച്ചെടുത്തിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ചേർക്കാം. അതിലേക്ക് കുറച്ച് കടുക്, ചെറിയുള്ളി അരിഞ്ഞത്, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് ചെറിയൊരു ഫ്രൈ ആയിട്ട് എടുക്കാം. വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത് ഒരു ഗോൾഡ് കളറായി വന്നിട്ടുണ്ട്. ആ ഗോൾഡ് കളറിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുക. മഞ്ഞൾപ്പൊടിയും ചേർത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത്. വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചോറിൻ്റെയൊക്കെ കൂടെ നല്ലൊരു ചാറ് കറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നല്ല രുചിയാണ്, ടേസ്റ്റാണ് ഇത്. അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ അതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെല്ലിക്ക ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.